അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ വാസുവിന്റെ ആഗ്രഹം? എനിക്ക് ഇവിടെ ഇങ്ങനെ പറന്നൊക്കെ നടക്കാനുള്ള കഴിവ് തരും അപ്പൊ ഇതുവരെ അങ്ങനെ എനിക്ക് നടക്കാൻ പറ്റിയിട്ടില്ല. കേട്ടോ പാവം വാസുവിനെ ഇങ്ങനെ സഹിക്കുന്നേ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. എവിടെ? ഹലോ ഹലോ. അപ്പൊ ഞാനേ സെർവറിന്റെ IP തത്സമയത്ത് കാണിക്കാൻ പോണേ. ഇപ്പൊ കാര്യ സൂപ്പർ ജമ്പ് ഒക്കെ എങ്ങനെയാ ചെയ്യണേ? ആദ്യമായിട്ടാണ് ഞാനൊരു അഡ്മിൻ മെനു ഹീൽ മൈസെൽഫ് എവരിവൺ. എല്ലാവർക്കും ഒരു ഹീൽ കൊടുക്കാം. സിറ്റിയിലുള്ള ഹീൽഡ് ആൻഡ് റിവൈവ്ഡ് ഓൾ പ്ലേയേഴ്സ്. സിറ്റിയിലുള്ള എല്ലാരും ഹീൽ ആയതാ. നമ്മളെല്ലാം അണ്ടി ഫാക്ടറി കേട്ടെ. വണ്ടിയുണ്ട് അതൊക്കെ പൊളിച്ച് നീക്കിക്കൊണ്ട് പോയല്ലേ. അണ്ടി ഫാക്ടറി എല്ലാം ഇതെന്താ മൂട്ടൊക്കെ സ്പ്രേയാ? വാസുവിനെ ആ അപ്പൊ വണ്ടി ഒക്കെ അല്ലേ? നാളെ പറയേ മതി. മതിയായിരിക്കും. 2000 പേരെ പറഞ്ഞു വിട്ടല്ലേ. നല്ല കഴിവാണ് കേട്ടോ. പ്രത്യേക ഒരു കഴിവാണ്. 2000 പേരെ അങ്ങ് പറഞ്ഞു വിട്ട്. ഇവനെയൊക്കെ എന്തൊരു ചെയ്യാൻ. 5 വണ്ടി 5 പേര് 5 പേര് 5 വണ്ടിയല്ലേ? 5 പേർക്ക് 5 വണ്ടി എടുക്കാം. എല്ലാരും കൂടെ വണ്ടി കയറിയ പക്ക വണ്ടി. ടിവി ഗാങ് ഡ്രസ്സും ടീഷർട്ടും വേണം. അതൊക്കെ കൊണ്ടുവരാം. അതൊക്കെ നമ്മൾ കൊണ്ടുവരാം. ടിവിയുടെ ഗാങ് ഡ്രസ്സും കുറവുണ്ട. എല്ലാത്തിനും ഓരോരോ ആൾക്കാർ വെച്ച വണ്ടി എടുപ്പിച്ചു. അത് വേണ്ട നമുക്ക് ഒരുമിച്ച് പോവാ. അതോ ഇനി ആരും വരാണ്ടോ? അതേ പോണേ. ഒരുത്തം വന്നല്ലോ കണ്ടിരിക്കാൻ സാവേജി. വിളിച്ചു നോക്കിയേ. കള്ളവനെ വിളിച്ചു നോക്കി. ഇവിടുത്തെ നമ്പർ വ്യത്യാസമായിരിക്കുമോ? അല്ലല്ല മറ്റേ 555 ആയിരിക്കണം. ഇവിടെ എനിക്ക് ഫോണില്ല പാപ്പ. ഞാൻ തരാം. ഇവിടെ ഞാൻ ആ മെയിൽ ഐഡി വെച്ച് ലോഗിൻ ചെയ്ത് വരുമോ? ഇവിടെ ലോഗിൻ ചെയ്ത് വരത്തില്ല. ഇവിടെ പുതിയതായിട്ട് അടിക്കേണ്ടി വരും. കാരണം എന്നാ അപ്പം വിളിച്ചിട്ട് ഏതെങ്കിലും റേഡിയോക്ക് അല്ല അല്ലെങ്കിൽ സ്ലാഷ് അടിയായോണ്ട് ടിവിയെ കാർലോ കാർലോ കണക്ട് ചെയ്തല്ലേ റേഡിയോ. നമ്മുടെ റേഡിയോ തന്നെ വരട്ടെ പാപ്പ. നമ്മുടെ റേഡിയോ തന്നെ വരട്ടെ. 8 മണിക്ക് കയറാൻ പറ്റൂല. ഞാൻ മണ്ടെണ്ണ പറ്റല്ലേ? വാ 45 സെക്കൻഡ് ഉണ്ട് കേട്ടാ. കണക്ട് എന്താ 1 2 3 124 124. ഹലോ ഹലോ. ഇതിപ്പോ എന്താ ഇങ്ങനെ ഇതിപ്പോ നമ്മള് മാത്രല്ലേ ഉള്ളൂ ഇവിടെ. കാർലോ ഹലോ കാർലോ കേക്കാവോ? കേക്കാം. നമ്മുടെ അണ്ടി ഫാക്ടറിയിലുണ്ടേ. ആണോ? ഞങ്ങൾ ഇവിടെ എല്ലാരും ഡ്രസ് പറയായിരുന്നു. ഓക്കെ എപ്പോഴാ സെറ്റ് ആവുന്ന വെച്ചാൽ അപ്പോഴത്തേക്ക് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ ഞാൻ പെട്ടെന്ന് ഈ റേഡിയോയിൽ വരാം. ഈ റേഡിയോയിൽ ഞങ്ങൾ ഈ റേഡിയോയിൽ ഉണ്ടാവും. 124 ഉണ്ടാവും ഞങ്ങള്. ഓക്കെ ഞാൻ അതിൽ വരാം. ഓക്കെ ഡ്രസ്സ് മതിയടാ. ഇത് നമ്മുടെ ഐക്കോണിക് ഡ്രസ്സാണ്. ഇതിട്ട് വല്ല പരിപാടിക്കൊക്കെ പോകണം. സത്യം പറഞ്ഞാൽ എത്ര നാളായല്ലേ KVയുടെ ഒരു പരിപാടിക്ക് നമ്മൾ പോയിട്ട്. അപ്പാ KVയുടെ ഒരു ഇവന്റിന് നമ്മൾ പോയിട്ട് എത്ര നാളായെന്നറിയോ?
അറൗണ്ട് എന്റെ ഒരു ഊഹം അല്ല, എന്റെ ഒരു ഇത് ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 3 കൊല്ലമായെന്ന് തോന്നുന്നില്ലേ? 3 കൊല്ലം. ലാസ്റ്റ് നമ്മുടെ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പാപ്പനെ മറ്റേ തള്ളക്കി വിളിക്കണതും അപ്പാപ്പൻ തിരിച്ച് തള്ളക്കി വിളിക്കണ ഇവന്റ് ആയിരുന്നു. അത് ഏകദേശം അതല്ല, അത് വലിയ അതൊരു 1.5 കൊല്ലമായിരുന്നു. അത് ഒത്തിരി നാളായില്ലേ? അത് ഈ ഇടയ്ക്ക് തീർന്ന ഒരു ഇവന്റ് ആണ്. അല്ല 1.5 കൊല്ലമായി. 1.5 കൊല്ലമായില്ലേ എന്നിട്ടും? ഓ പിന്നെ എന്ത് പെടുന്നത് ടൈം ഫ്ലൈസ്. ഏതാ സത്യം. എനിക്ക് അവസാനമായിട്ട് കാറിലോട് കൂടെ ഞാൻ സ്നാനം ചെയ്തത് ഓജാ ബോർഡാണ്. അന്ന് എന്നെ പ്രേതം പണി ഒരാഴ്ച ഭസ്മൊക്കെ തേച്ച് വെളിയില് അപ്പാപ്പ മില്യൺസ് ഓഫ് വ്യൂസ് ആയിരുന്നു. അതിന്റെ കണ്ടന്റ് ഒക്കെ ഇറങ്ങിയിട്ട് ഇതാക്കി. ഞാൻ വേറെ ആരും പറയട്ടെ, ഞാൻ ഇത് അപ്പാപ്പ വേറെ ആരോട് പറയല കേട്ടാ, ഞാൻ അപ്പാപ്പന്റെ അടുത്ത് മാത്രമായിട്ട് പറഞ്ഞ രഹസ്യമാണേ. ആരോടും പറയത്തില്ല എന്നോട്. എന്റെ വ്യൂവേഴ്സ് ഇല്ലേ കൊറേ എണ്ണം മന്ദബുദ്ധി പേടിച്ച തൂറികളുമാണ്. പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഓജോ ബോർഡ് എടുത്തപ്പോ തന്നെ അന്ന് 4000 പേര് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓടിക്കളഞ്ഞ്. ആദ്യം മണ്ടന്മാരെ കണ്ടിട്ടില്ല. സത്യം പറയാലോ, ഓടിക്കളഞ്ഞ്. പിന്നെ ഞാനില്ലെന്ന് പറഞ്ഞൊരു 4000 പേര് അപ്പോഴും എക്സിറ്റ് അടിച്ച്. അതെ, ഇത് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇവന് വ്യൂവേഴ്സിനോട് നന്ദിയില്ല, അങ്ങനത്തെ രീതിയിൽ സംസാരിച്ച് കളയണ്ട. പക്ഷെ സത്യമായിട്ട് പറയണല്ലോ പാപ്പ, ആ പേടിച്ചൂറുകള് ഇവനെയൊക്കെ അടിച്ച് തിരിച്ചു കൊടുക്കണം. അതിലൊരാള് ഞാനാണ്. പക്ഷെ കളി തുടങ്ങി കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞിട്ട് പിന്നെ വാസുമനെ കാണാനില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അപ്പൊ പിന്നെ പ്രേതം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിൽക്കാനാ? അതിന്റെ കൂടെ ഇവിടെ ഓരോരുത്തന്മാർ ഇതൊക്കെ വെച്ച് എന്റെ ഡോറൊക്കെ തുറന്ന് തന്നെ പേടിപ്പിച്ചപ്പാ. ആര്? ഇവിടത്തെ ആൾക്കാര് വിനീതിനെ സെറ്റ് ചെയ്ത് എന്റെ ഡോറ് തുറപ്പിച്ച് എന്നെ വൈറ്റ് ചെയ്ത് പോയില്ലേ. അപ്പൊ തന്നെ ലൈവ് എൻഡ് ചെയ്ത് പിന്നെ പോയി ഗെയിമിംഗ് ചെയറൊക്കെ കഴി വൃത്തിയാക്കിയല്ലേ കിടന്നുറങ്ങിയത്. എന്തൊരു ഡിലേ ആയിരുന്നു അത്. ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. പക്ഷേ അത് വിനീതല്ല തുറന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ വിനീതാണ് തുറന്നതെന്ന് പറഞ്ഞു. പക്ഷെ വിനീത് പിന്നെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ നിന്നിട്ടില്ല. അതല്ലേ? അപ്പൊ ഒന്നും പറയല്ലേ അപ്പൊ ഇപ്പൊ തന്നെ ഇവിടെ ഒരുത്തിക്ക് അങ്ങോട്ട് അടുക്കളയിൽ പോണമെങ്കിൽ രാത്രി എന്നെ വിളിച്ച് എണ്ണിപ്പിക്കും. അപ്പൊ ഒന്നും പറയല്ലേ, ഇവിടെ പ്രേതം ഉണ്ടെന്നൊക്കെയാണ് അവള് പറയണത്. ദൈവം ഇതൊന്നും വേണ്ടല്ലേ, എനിക്ക് തന്നെ പണിയാവും. സ്ട്രീമിൽ നിന്നൊക്കെ എണ്ണീറ്റ് പോകേണ്ട വരും. അപ്പാ ഒന്നും പറയല്ലേ, എല്ലാം സെറ്റാ, ഒരു കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. നമുക്ക് പിന്നെ ഇവിടെ നീ ഇറങ്ങിയാലോ? വല്ല കാറില വന്ന് അനൗൺസ് ചെയ്യാന്നാണല്ലേ, ഇതിനകത്ത് വന്ന് കോള് തരാന്നാണ് പറഞ്ഞത്. ആണോ? അതെ, ദൈവങ്ങൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹലോ അശരീരികൾ ആരല്ലേ? ഹലോ. ഓ ദൈവം പോയി ദൂരെ പോയി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വരും, ഇടത്തുനിന്ന് വരും. മൈൻഡ് ചെയ്ത് നമ്മള് കാണാത്ത പോലെ നിൽക്കാൻ കേട്ടോ. നമ്മള് കണ്ടിട്ടില്ലേ പുള്ളി വരുന്നത്? എവിടെയാണ്? ഞാൻ സത്യം പറഞ്ഞ കണ്ടിട്ടില്ല. ലെഫ്റ്റിൽ വരും. പിങ്ങിന്ന് വരും. പിങ്ങനെ കാണുന്നില്ല പാപ്പ. അയ്യോ, അവിടുന്ന് കണ്ടത് നാച്ചുറലായിട്ട് വരുന്നുണ്ടോ? കള്ളൻ, പഠിച്ച കള്ളൻ അഡ്മിറ്റാക്കി വെച്ചിരിക്കണേ. നമ്മൾ അങ്ങോട്ട് വേണ്ട. ഇവിടെ ഫാക്ടറി വർക്ക് വല്ലതും നടക്കുന്നുണ്ടോ അറിയാൻ വേണ്ടി. ശനി ഞായർ അവധിയാണ്. നമ്മള് അന്നേ പറഞ്ഞില്ലേ വർക്കേഴ്സിന് നമ്മള് കുറച്ച് നല്ല എൻവയോൺമെന്റ് കൊടുക്കണം. അപ്പൊ ശനി ഞായർ വരണ്ടെന്ന് പറഞ്ഞേക്കണം. അവര് വീട്ടിൽ ഇരിക്കുന്നോളൂ. നല്ല കാര്യം, നല്ല കാര്യം. അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? എനിക്ക് ഇവിടെ ഇങ്ങനെ പറന്നൊക്കെ നടക്കാനുള്ള കഴിവ് തരുമോ പാപ്പ? ഇതുവരെ അങ്ങനെ എനിക്ക് നടക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഒറ്റ സെക്കൻഡ് വാസനോട് കാറെടുത്തോണ്ട് കേട്ടാ. കാറെടുക്കാൻ പോയതാണ്. ഇങ്ങനെ മുടിഞ്ഞു പോണേ. ചത്ത് ആളെ വന്നല്ലേ പറഞ്ഞിട്ട്. ഇതല്ല പാപ്പ എനിക്ക് വേണ്ട. എനിക്കിങ്ങനെ അപ്രതീക്ഷിതമാവണം. ആൾക്കാർ എന്തൊക്കെയാ ചെയ്യുന്നത് ഒളിഞ്ഞൊക്കെ കേൾക്കണം. അപ്രതീക്ഷിതമാണ്. ഒറ്റ സെക്കൻഡ് അപ്പൊ അങ്ങനല്ല, എനിക്ക് എല്ലാം ചെയ്യാനുള്ള കഴിവ് തരണമെന്ന്. വാസ പോലെ ആരും കാണാതെ വാസ പോലെ എല്ലാരും പറയുന്നത് കേൾക്കണം. ഞാൻ ഇപ്പൊ ശരി തരാം. ക്ലിപ്പ് അടിക്കാനുള്ള പരിപാടി അക്സെപ്റ്റ് പോട്ടെ. ചെയ്തില്ലേ? കേട്ടാ, ഇറങ്ങിക്കോ, കയ്യിൽ ഇറങ്ങിക്കോ. ആള് പോയേട്ടാ. എന്താടാ കുണ്ണേ?
ഒരു കാര്യം പറയട്ടെ സായിപ്പേ. എടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എങ്ങനെയാടാ ഇവിടെ ജീവിക്കുന്നത് നീയൊക്കെ? അശ്ശേ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കിട്ടണമല്ലേ? എടാ ഇത്രയും എടാ സത്യം പറഞ്ഞാൽ നിങ്ങളായതുകൊണ്ട് മാത്രമാണ് കേട്ടോ വാസവനെ ഇങ്ങനെ സഹിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. എവിടെ? ഹലോ അപ്പൊ ഞാനേ സർവറിന്റെ IP തത്സമയത്ത് കാണിക്കാൻ പോണേ. ഇപ്പൊ കാര്യം എനിക്ക് അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഞാൻ സർവറിന്റെ IP ഇത് കാണിക്കാൻ പോണേ. ഡീഡോസ് പുള്ളിയൊക്കെ വാ. അപ്പൊ എങ്ങനെ പവർ തരുമല്ലേ? എന്റെ പൊന്ന് വാസുമനെ ഇവിടെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇവിടെ ഉണ്ടെന്ന് വേറെ ഒരുത്തരും അറിയത്തില്ലായിരുന്നു, ആർക്കും കാണുന്നില്ലായിരുന്നു. എനിക്കതല്ല, ഇതല്ല അപ്പൊ എനിക്ക് വേണ്ടത്. എനിക്ക് എല്ലായിടവും പോണം. ഇപ്പൊ ഇവിടുന്ന് നേരെ പെട്ടെന്ന് KV എടുത്ത് പോണം, അവിടെ തിരിച്ചു വരണം. ഇതൊക്കെയായിരുന്നു എനിക്ക് വേണ്ടത്, മനസ്സിലായ? പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരെല്ലാം കുളത്തില്ലേ? എന്നെ ഒന്ന് പ്രത്യക്ഷനാക്കുമെന്ന്. ആ പ്രത്യക്ഷനാക്കാൻ വെയിറ്റ് ചെയ്യും. നോക്ലിപ്പ് അടിച്ചിരിക്കുമ്പോ റോബൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ വരുമല്ലേ? അയ്യോ പിന്നെ ഇടിവെട്ടി. ഓക്കെ അല്ലേ? അപ്പാപ്പൻ ഇങ്ങനെ പുകയൊക്കെ വിട്ട് വരുന്നത് പോലെ വരാനാണ് എനിക്കും ഇഷ്ടം. അതല്ലേ? എന്താന്ന് വാസവനെ ഇത് കൊച്ചു പിള്ളേരൊക്കെ കഷ്ടമാണല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞു എങ്ങനെയാണ് കൊച്ചു പിള്ളേരെ പോലെ വാശി കഴിക്കുന്നത്? അയ്യേ പെട്ടെന്ന് കൊറേ പേര് ഡീഡോസ് അടിക്കുന്ന പയ്യന്മാരൊക്കെ ക്യൂ നിക്കണേ പ്ലീസ്. എന്താണ് നോക്കുന്നത്? വേഗം ആട്ടെ. ബൂം ദാസ് വേഗം IP താ, ഡീഡോസ് അടിക്കുന്ന റെഡിയാണ്. ഓക്കെ അപ്പൊ എനിക്കിത് മറ്റേ സിറ്റിയിലും കിട്ടുമോ? അത് കിട്ടത്തില്ല. ഞാൻ എപ്പോഴൊന്നും യൂസ് ചെയ്യില്ല. ഓഫ്ലൈൻ RP കളിക്കുമ്പോ സമയത്ത് യൂസ് ചെയ്യുള്ളൂ. ചിലപ്പോ 6 ഒന്നുകൂടെ വരും. ചിലപ്പോഴല്ലേ? അതെ, ബ്ലാക്ക് മെയിൽ RP സത്യം. അതിന് 6 ഗോൾഡ് മോഡ് ഇട്ടിട്ട് വേണം അങ്ങോട്ട് ചെന്ന് ഇറങ്ങി നിന്ന് കൊടുക്കുന്നത്. അറിഞ്ഞം പറഞ്ഞ തല്ലണം. അമ്മാര് വിചാരിക്കും നമ്മള് ദൈവമായിരുന്നു. അയ്യോ സത്യമല്ലേ? പിന്നെ അല്ലേ? അതെ T/TX അടിച്ചോ? അതെ ഇതിലുണ്ട്. ടെലിപ്പോർട്ട് റൈറ്റ് ആരോ അടിച്ചിട്ട് നോ ക്ലിപ്പ് എന്ന് കാണാം. നോ ക്ലിപ്പ് പ്ലെയർ മോഡ് നോ ക്ലിപ്പ് ലൈവ് നിർത്തിയതല്ലേ? സൂപ്പർ ജമ്പ് ഒക്കെ എങ്ങനെയാ ചെയ്യണേ? ആദ്യമായിട്ടാണ് ഞാനൊരു അഡ്മിൻ മെനു ഹീൽ മൈസെൽഫ് എവരിവൺ. എല്ലാവർക്കും ഒരു ഹീൽ കൊടുക്കാം. സിറ്റിയിലുള്ള ഹീൽഡ് ആൻഡ് റിവൈവ്ഡ് ഓൾ പ്ലേയേഴ്സ്. സിറ്റിയിലുള്ള എല്ലാരും ഹീലാ കേട്ടാ. സിറ്റിയിലുള്ള എല്ലാരും ഹീൽ ചെയ്തേ. അപ്പാ അല്ല ഇത് കോട്ട സൂട്ടൊക്കെ മതി. വെഹിക്കിൾ ഫോൺ കാർ ബൈക്ക് ഫോൺ ചെയ്ത് തരട്ടെ? വേണ്ട. കാർലോവൻ റെഡി വന്നു. ഓ പിന്നെ ഹെലികോപ്റ്റർ ആണോ? നമുക്ക് 5 ഹെലികോപ്റ്റർ പോയി ഇറങ്ങിയാലോ? നീ കരയെ കൂടി ഇത് ഓടിച്ചാ മതി. ഇത് ബോട്ടല്ലേ? ഇത് ഓടിച്ചാ മതി. നീ കരയെ കൂടെ ഇത് തന്നെ ധാരാളം. അണ്ണാ ഇതിന് വേണ്ടിയില്ലേ എനിക്ക് ദൈവത്തിന്റെ പവറിലോട്ട് ഞാൻ ലൈവ് വരെ നിർത്തിയിട്ടാ വന്നത് അണ്ണനെ വലിക്ക്. അവനെ ഇൻസൾട്ട് ചെയ്ത് തുല്യമായി പോയല്ലോ. കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മറ്റേ കിക്കിൽ ചെയ്തിട്ട് ഈഗിൾ ഗെയിമിംഗ് അടിച്ചാൽ മതി കേട്ടാ.
ഞാൻ ലൈവ് നിർത്തി. വാ, അതുവരെ പോവാ. എല്ലാം പറഞ്ഞേട്ടാ ഗ്യാങ് ഹൗസില് എല്ലാം പറഞ്ഞ റേഡിയോ പോയല്ലേ ഇത് പറഞ്ഞു 1 2 3 പറഞ്ഞിട്ട് പോയി 1 to 4 അല്ലേ ബാബ? നമുക്കൊരു കാര്യം ചെയ്യാം, അവരുടെ വണ്ടി എടുത്തോണ്ട് പോയാലോ? അപ്പൊ സർപ്രൈസ് ഈ സെർവറിൽ ആരൊക്കെ ഉണ്ട് അവരെയൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ അടുത്തോടെ ടെലിപ്പോർട്ട് ചെയ്യുന്നൊക്കെ എങ്ങനെയാ അപ്പ അവരെ രണ്ട് അത് ഇടിയൊക്കെ Right click പ്രശ്നമുണ്ട്. അടിച്ചാ മതി. എന്താണെന്നറിയോ? TX ല്. അത് ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളെ സർവറിൽ ഡിസേബിൾ ചെയ്തിട്ടേക്കും. ആണല്ലേ നമുക്ക് അങ്ങനെ ആരുടെയും പോകാൻ പറ്റത്തില്ല. കള്ളന്നൊക്കെ പറഞ്ഞല്ലോ ഇതുപോലെ കള്ളന്മാരെ കണ്ടിട്ടില്ല ടോഗിൾ പ്ലെയർ ഐഡി എനിക്ക് എല്ലാരും കാണാൻ കേട്ടോ ഇപ്പൊ എല്ലാരും എനിക്ക് കാണാം. അയ്യോ ഞാൻ അണ്ണനെ പൊക്ക്. ഞാൻ അത്രയ്ക്ക് ഇതുണ്ടോ? എങ്കിൽ പിന്നെ പൊങ്ങില്ലേ 29 ഇല്ല എല്ലാരും ഒരുമിച്ചാണ് സിറ്റിയിലുള്ള എല്ലാരും ഹീൽ റിവൈവോളോട് എല്ലാരും കില്ല് ചെയ്യണ്ട. അയ്യോ കണ്ടേ ഹാപ്പി അല്ലേ? എല്ലാരും കൊല്ലും, എല്ലാരും കൊല്ലും. അസോനെ, ഇത് മറ്റേ കൊച്ചു പിള്ളേരുടെ കയ്യില് കാർലോ വെയിറ്റിംഗ് ആണ് വാ കാർലോ അസോനെ, ഇത് മറ്റേ കൊച്ചു പിള്ളേരുടെ മറ്റേ കളിപ്പാട്ടം കിട്ടി കഴിയുമ്പോൾ ഇതാരുടെ ഡ്യൂപ്ലിക്കേറ്റ് കാർലോ ദേവി കാർലോ എന്ന് റേഡിയോയില് അത് കള്ളനാണേ അത് വേറെ ആരോ ആണേ 21 വാസവനെ മറ്റേ ടൂകളായിട്ട് അടിച്ച് 21 ഐഡിയ മനസ്സിലാവും. അത് ഒറിജിനൽ ഒന്നും അല്ല പോടാ എടുത്തോ അണ്ണാ ഇവനെ ലച്ചു അണ്ണത് ടാബ് അടിച്ചൊന്നും വരുന്നില്ലടാ ടാബ് അടിച്ച എന്റെ കയ്യിലുള്ള ഇൻവെന്ററി വരുന്നേ എടാ പോവാം എങ്ങോട്ടാ പോകണ്ടേ മാർക്ക് ചെയ്താ പാപ്പാ ഈ സിറ്റിയിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിലോ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ അണ്ണ ഇതിലെല്ലാം ബാക്ക് വരിക. ഓൾറെഡി കിടപ്പുണ്ട്. ഇത് വെളിയിലിട്ടിറങ്ങുന്ന ഏത് വഴിയാ പാപ്പാ വാസവനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. Right. പറക്കയില്ല വണ്ടിയൊക്കെ ടെലിപ്പോർട്ട് വിളിച്ച് അടിച്ച് കണ്ടിട്ട് ചിലപ്പോ- ചെയ്യില്ല. ആവശ്യമില്ല. ഇത് തന്നെ, ഇത് തന്നെ. ടെലിപ്പോർട്ട് അടിക്കണോ പാപ്പാ അപ്പൊ മറ്റേ സിറ്റിയിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് തരാൻ എന്തെങ്കിലും വഴിയുണ്ടോ വാസവന് അതിനൊരു വഴിയുണ്ട്. എന്താണെന്നറിയോ? വാസവൻ ഗ്യാങ് പിരിച്ചു വിട്ടിട്ട് അഡ്മിറ്റായിട്ട് കയറണം. എങ്ങനെയുണ്ട്? അവൻ എന്നെ അഡ്മിൻ ആക്കൂ കുറച്ച് ദിവസം ഞാൻ എല്ലാ ഇതിന്റെയും ഞാൻ കളിക്കൂല സിറ്റി കളിക്കൂല ഞാൻ കുറച്ച് ദിവസം എല്ലാ ഗാങ്സിനെ സ്പെക്ക് ഒക്കെ ചെയ്ത് വാറൊക്കെ സ്പെക്ക് ചെയ്ത് ഒരു 2 ദിവസം ഇരുന്നോട്ടെ ഓപ്ഷൻ ആവാന്നോ? സ്ട്രീമില് സ്ട്രീമില്ല. അതിന് പക്ഷെ ക്ലോസ് അട്ടോ എന്ത് ക്ലാസ് നമ്മള് ഗ്യാങ് കടിക്കുന്ന ആരെയും അഡ്മിനായിട്ട് എടുക്കാറില്ല. എനിക്ക് വേണ്ടി അതെങ്കിലും തിരുത്തി എഴുതാൻ പറ്റൂല ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഒരു 5 ദിവസം അല്ലേ അണ്ണാ? ഒരു 4-5 ദിവസം മതി 4 ദിവസം ഒരു കാര്യം ചെയ്യാം, ഒരു ദിവസം 100 കോടി വൈറ്റ് പറ്റും തരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് സ്പെക്ക് ചെയ്യാനുള്ള പവർ സ്പെക്ക് മാത്രമേ വേറെ ഒന്നുമില്ലേ. അല്ല ഫുള്ള് കൊടുക്കണം. അതാവുമ്പോ അണ്ണനെ അത്രയൊക്കെ തിരിച്ച് കൊടുത്ത് കൊണ്ടുവരാലോ. വെക്കാണ് ഞാൻ ഒരു നല്ല സിറ്റി ചൂസ് ചെയ്യൂലേ അതാവുമ്പോ നല്ല അണ്ണനെ സിറ്റി തിരിച്ച് പോലെ കൊണ്ടുവരാലോ. തമാശക്ക് പറയുന്നതൊക്കെ ചിലരൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ അതൊക്കെ അറിയാം എനിക്ക് തമാശക്കൊന്നും വാതുറക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ എനിക്ക് എല്ലാരും വന്നാ അവസരം പിന്നെ ഒരുമിച്ച് പോയായിരുന്നു. എല്ലാരും വന്നോ ഒരുമിച്ച് പോവാം. എല്ലാ വണ്ടി എന്ത് ചെയ്യും? 2 വണ്ടി ഉള്ളല്ലോ ഒരുമിച്ച് കയറാം ആണ് വെളിയിൽ കിടക്കാം പിന്നലുണ്ടായിരുന്നു സോറിടാ ഞാൻ അറിയാതെ തട്ടിയതാണ് വാ എൻട്രൻസ് ഒക്കെ നല്ലത് ഗ്യാങ് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് വേണം. കാണാൻ തോന്നുന്നു. നമുക്കാണ്. ഇത് അപ്പാപ്പനെ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ടാ അല്ല വണ്ടി കയറി എനിക്ക് നാണം വരുന്നു ഞാൻ എന്തോരം അപ്പാപ്പ എനിക്ക് നാണം വരുന്ന അപ്പാപ്പ ഞാൻ എന്തോരം തെറിയൊക്കെ വിളിച്ചു അപ്പാപ്പ നടക്കോട്ടെ. എന്നെ അല്ലേ വിളിച്ച മൊത്തം, ഞാനില്ലേ കൂടെ. അപ്പാപ്പ സൂര്യമായി അവിടെ നിൽക്കുന്ന എനിക്ക് എന്തോ പോലെ